ഞങ്ങളുടെ ഈ യാത്ര കോഴിക്കോടേക്കാണ്. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക പർച്ചേസുകളും ഞങ്ങൾ നടത്തിയത് കോഴിക്കോട് വെച്ചായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപ്പയും ഉമ്മയും അനിയൻ്റെ കൂടെ കോഴിക്കോടായിരുന്നു താമസം. അപ്പോൾ അവിടെയുള്ള സമയത്ത് പതിയെ പതിയെ അവർ ഏകദേശം എല്ലാ പർച്ചേസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ യാത്ര ഐസിനുള്ള ഡ്രസ്സ് എടുക്കാനും പിന്നെ അനിയത്തിയുടെ കുറച്ച് മൈലാഞ്ചി പർച്ചേസിനാണ്. അധികം ട്രാഫിക്കിലൊന്നും പെടാതിരിക്കാൻ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഇടയ്ക്കൊക്കെ ബ്രേക്കൊക്കെ എടുത്ത് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് കസവ് കേന്ദ്രം എന്നും അതേപോലെ കല്യാണം എന്നായിരുന്നു ഞങ്ങളുടെ ഏകദേശം എല്ലാ കല്യാണ പർച്ചേസും നടത്തിയിരുന്നത്. അങ്ങനെ മൈലാഞ്ചിയുടെ ഡ്രസ്സ് ഏകദേശം ഫിക്സ് ആക്കി പിന്നെ നേരെ ഐസിന്റെ ഡ്രസ്സിലോട്ടായി. അവിടെയായിരുന്നു ട്വിസ്റ്റ്. ഞങ്ങൾ നാട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് അവന് വേണ്ടി കുറച്ച് പാർട്ടി വെയർസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവന് കംഫർട്ട് ആയിരിക്കില്ല എന്നും പറഞ്ഞ് മാറ്റി വെക്കുമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇവിടെ എത്തിയപ്പം അവൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് നിങ്ങൾ ഈ കാണുന്ന സ്യൂട്ടും ഷെർവാണിയൊക്കെ. അവൻ്റെ വീട്ടിലെ കല്യാണമല്ലേ, ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് അവനും വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.